പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത് നമ്മുടെ പോത്തോസ്. ഈ പ്ലാന്റ് ലവേഴ്സിന് ഏത് ചെടിയും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ പോത്തോസിലെ ഇത് വളർത്തുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കാരണം ഒരു മെയിൻ്റനൻസും ഇതിന് ആവശ്യമില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോട്ടിലുള്ള പ്ലാന്റ് കുറച്ച് നീളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി നടുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ബുഷായിട്ട് നമ്മളൊരു പോട്ടിൽ തിങ്ങി നിറഞ്ഞിട്ട് വെക്കുന്നത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതേസമയം ഹാങ് ചെയ്ത് വെക്കുന്നതും ഭംഗിയുണ്ടാവും. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ മാറ്റി നടുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു നീളത്തിലുള്ള കട്ടിങ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മുടെ ഒരു ലീഫും അതിൻ്റെ അടിയിലൊരു റൂട്ടും ഉണ്ടാവും. അതാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഇതിൽ നിന്ന് കുറേ കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു പോട്ടിൽ മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് നടാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പോട്ട് മിക്സ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണ്ണും ചകിരിച്ചോറും സമാസം എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് നമ്മുടെ ചാണകപ്പൊടിയിലെ അതും ചേർക്കുക. ഇനിയിപ്പോൾ ഓരോ കട്ടിങ്സും നമുക്ക് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന വിധത്തിൽ അടുപ്പിച്ചടുപ്പിച്ചായിട്ട് നട്ടുകൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു പോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ യെല്ലോ കളറിൽ ഗ്രീൻ കളർ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ അകത്താണ് വെക്കുന്നതെങ്കിൽ, അതായത് തീരെ സൺലൈറ്റ് കിട്ടാത്ത ഒരു വീടിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുറത്തേക്ക് വെക്കുക. നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു പോത്തോസ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എടുത്ത് വെക്കേണ്ടതും മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. കുറച്ച് വെളിച്ചം വേണം, അതായത് സൂര്യൻ്റെ വെളിച്ചം ഇവർക്ക് കിട്ടണം. പക്ഷെങ്കിൽ ഇവർ സൂര്യനെ കാണാൻ പാടില്ല. ഇനി ഇതിൻ്റെ നനയുടെ കാര്യം നോക്കുകയെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസം നനച്ചാൽ മതി. അതായത് മണ്ണ് ഡ്രൈ ആകുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു പോട്ടിൽ ഈ ഒരു മണി പ്ലാന്റ് ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്ന വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത്, ഈ കട്ടിങ്സ് എല്ലാം എടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക, ടൈറ്റാക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് സോയിലിൽ ഇറക്കി വെക്കാം. ഈ ബ്ലാക്ക് പോട്ടിൽ ഗ്രീൻ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. ഇനിയിപ്പോൾ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കുടുക്കി കൊടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 3 ദിവസം കൂടുമ്പോഴേക്ക് വെള്ളം മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ വെള്ളം മാറ്റി കൊടുക്കാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് കൊതുക് മുട്ടയിടും കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് വെള്ളത്തിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൊതുക് മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടക്കിടക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ അതും സെറ്റ് ചെയ്തിട്ട് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത വിധത്തിൽ പോകാൻ പാടില്ല. നമ്മൾ വെള്ളത്തിൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഈ വെള്ളത്തിൽ ക്ലേ ബോൾസ് ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ ഇതാ ഈ പോത്തോസൊക്കെ കുറച്ച് വെള്ളത്തിലും പിന്നെ മണ്ണിലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഡൈനിങ് ഹാളിലും പിന്നെ കിച്ചണിലും ഒക്കെ ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവും. പിന്നെ ഈ അകത്ത് പ്ലാന്റ്സ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും. നമ്മളത് ചെടികളിങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അല്ലെങ്കിൽ നമ്മൾ കണ്ടത് തന്നെ കാണുമ്പോൾ ഒരു മടുപ്പായിരിക്കും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.